അപ്പോൾ സമയം 6:30. ഞാൻ 5 മണിക്ക് 5:30-6 മണിക്ക് എനിക്കാണ് ഐസലിനെ വിട്ടു, കുഞ്ഞിനെ വിട്ടു. ഇന്ന് എൻ്റെ അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട ഇഡലി ചട്ടിനി ഉണ്ടാക്കാൻ പോകും. അമ്മച്ചിക്ക് ഓർമ്മയില്ലാതുകൊണ്ട് ഞാനും മറന്നിരിക്കുന്നു. മേമ പറഞ്ഞപ്പോഴാണ് എൻ്റെ മേമ മെസ്സേജ് ഇട്ട് ബർത്ത്ഡേ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തേട്ടാ. അപ്പോൾ നമുക്ക് ഇഡലിയും ചട്നിയൊക്കെ ഉണ്ടാക്കാം. ഇഡലി ഏകദേശം സെറ്റായി തുടങ്ങി. ചട്നി ഉണ്ടാക്കാം കേട്ടോ. അമ്മച്ചും കുമ്മച്ചനും കിടന്ന് ഉറങ്ങണം. അവരുടെ ഉറങ്ങിക്കോട്ടെ. അവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വെറുതെ തന്നെ ഡിസ്റ്റർബ് ചെയ്യണം. അപ്പം നമുക്ക് ഇഡലി തുറക്കാം. ചട്നിക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി ഞാൻ ഒരു പൂ പൊട്ടിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ചേണിക്കുമ്പോൾ കൊടുക്കാം. അതുവരെ ഇവിടെ ഇരിക്കട്ടെ. രൂപത്തിൻ്റെ ഉള്ളിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. കുമ്മച്ചനും അമ്മാമ്മയും കിടക്കും. അല്ലേ ആ രൂപത്തിൻ്റെ അവിടേക്ക് ചെന്ന രൂപത്തിൻ്റെ അവിടേക്ക് അവിടെ എന്തെങ്കിലും ഇരിക്കണ്ട. അവിടെ ഇരുന്നായിരുന്നു അമ്മച്ചി എടുത്താ. അയ്യോ ഇതാരെ താഴ്ത്തിട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഡാ ഞാൻ മമ്മൂടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ. ഹായ്, ഗുഡ് മോർണിംഗ്. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്കാണ്. അതുകൊണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. അപ്പോൾ ഒന്നുകൂടി ഓഫീസിൽ വിടാം. ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ഇന്ന് നമ്മുടെ വീട്ടിനൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലാണ് കുടുംബസമ്മേളനം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യണം. ഓക്കെ. അപ്പം ഞാൻ തലേദിവസം തന്നെ ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഏൽപ്പിച്ചു. ഫുഡ് മീൻസ് ഒരു വടയാണ് കൊടുക്കണം. വട ഏൽപ്പിച്ചു. പിന്നെ അതിൻ്റെ വീടൊക്കെ ക്ലീൻ ചെയ്തു. താങ്ക്സ് ടു മൈ ഫ്രണ്ട്. ഓക്കെ. അപ്പോൾ ഷീസ് മൈ എന്താ പറയുക, എൻ്റെ ഒരു ഭയങ്കര ഒരു സഹായമാണ്. അപ്പോൾ അതങ്ങനെ നടന്നു. പിന്നെ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിരുന്നു. പിന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കി. ഒരെണ്ണമല്ല 3 കേക്ക് ഉണ്ടാക്കി. കാരണം ഇന്നലെ അമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു, ശനിയാഴ്ച. അപ്പം അമ്മച്ചീനെ കൊണ്ട് ഇന്ന് കേക്ക് മുറിപ്പിക്കണം. അത് സീക്രട്ടാണ്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 3 കേക്കുകൾ. 3 കേക്ക്സ് ഉണ്ടാക്കി. ടെൻഡർ കോക്കനട്ടാണ്. ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിലാണ്. എൻ്റെ മാസ്റ്റർ പീസാണ്. അഡാർ ഐറ്റം. എനിക്ക് എപ്പോൾ ഉണ്ടാക്കിയാലും നല്ല ബെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ ഭയങ്കര റിവ്യൂ കിട്ടുന്ന കേക്കാണത്. ഇച്ചിരി റേറ്റ് കൂടുതലായിട്ടാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇന്നലെ ഒരുപാട് കരിക്ക് മേടിച്ച് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഒറ്റയ്ക്ക് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് പണികളുണ്ട്. ഇന്ന് രാവിലെ പോയി ടൗണിൽ പോയി പൂ മേടിച്ചു കൊണ്ടുവന്നു. പൂ മേടിച്ചു കൊണ്ടുവന്നു. പിന്നെ പാല് മേടിച്ചു കൊണ്ടുവന്നു. അതെ, പാല് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ചായ വെക്കണം. പിന്നെ നമുക്ക് കസേരകളൊക്കെ ഐസലും കുഞ്ഞനും കുട്ടപ്പാപ്പനും അപ്പൊക്കെ പാടുകൂടി കൊണ്ടുവച്ചു. ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തുണികൾ കുറച്ച് തോരടാനുണ്ട്. അപ്പോൾ നല്ല ആയതുകൊണ്ട് നേരത്തെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടാൻ പോകണം. ഓക്കെ. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത വിശേഷം പറയാം. അപ്പോൾ ഞാനും ഹെന്നിയും പോയിട്ട് വട മേടിച്ചുകൊണ്ട് വന്നു. പ്ലേറ്റ്, അച്ഛന്മാർക്കുള്ള പ്ലേറ്റ്, നമുക്കുള്ള ഗ്ലാസ്, പിന്നെ എന്നിട്ടാ പിന്നെ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് പീസസ് ആക്കി വെച്ചു കേക്കുകൾ. പിന്നെ ചായ തിളപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കസേരകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടത് ഇവരെല്ലാവരും കൂടിയാണ്. കുട്ടമാമ വന്നിട്ടുണ്ട്, അമ്മച്ചിൻ്റെ, അങ്ങനെ എല്ലാവരും ഉണ്ട്. പൂ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി തിരി കത്തിക്കണം. സമയം 3:15. അപ്പം എല്ലാവരും വന്നു തുടങ്ങും. ഓക്കെ. ചെറുമാർ വന്നിട്ടുണ്ട്.
വിളി, ചിലവരെ സമർപ്പിതരാകുവാനുള്ള വിളി, ചിലര് നിങ്ങളെ പോലുള്ളവരെന്താണ് വിവാഹത്തിലേക്ക് ഉള്ള വിളി അല്ലേ? അതാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഏറ്റവും ഭാര്യയായി മാറുന്നില്ല ഇല്ലേ? അല്ലെങ്കിൽ ഒരു കടയിൽ പോയിട്ട് ഒരു മീൻ മേടിച്ചത് കൊണ്ട് ഒരു ഭാര്യയും ഭർത്താവായി മാറുന്നില്ല. പക്ഷെ ചില സമയത്ത് ഈഗോ വരും. അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾക്ക് വളരെയധികം കഷ്ടപ്പെട്ട് കഴിയുന്ന മക്കൾക്ക് ഈശോയെ ആശ്വാസവും തണലും താങ്ങും തന്നെയാകണമേ. തങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളിലും അങ്ങയെ ടെൻഷനൊക്കെ ആയിട്ട് വരും. ഞാൻ പറയാൻ കാരണം വെച്ചാൽ എനിക്ക് അറിവുള്ള ഒരു കുട്ടി ശിങ്കാരിമേളക്കാരുടെ കൂടെ ഓടി പോകാൻ നിശ്ചയിച്ചു. അവൻ വീട്ടിൽ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ഭാഗ്യത്തിന് അവൻ ബസ് വിശേഷം Happy birthday to you. Happy birthday to you. Happy birthday to you, dear mommy. Happy birthday to you. പല്ലില്ലാത്തോണ്ടാണ് ജീവശം. അത് വീഡിയോ പിടിച്ചാണല്ലേ? തമാശക്ക് ചെയ്തേട്ടാ. അങ്ങനെ സാധനം അതെ പണ്ട് ടൂറ് കഴിഞ്ഞ് വന്നൊരു ടീമേ സാധനം വേറെ ഉള്ളായിരുന്നു. വെല്ലുമ്മയ്ക്ക് കൊണ്ടുകൊടുക്കണം കേട്ടാ. ജോയിലെ അമ്മമ്മയ്ക്ക് ഒരു കഷ്ണം കേക്ക്, ഒരു വട, ഒരു ചായ. ഇവിടെ വെല്ലുമ്മേനും വെല്ലിച്ചനും ആരോമേനും എല്ലാരും വിളിച്ചിട്ടോ. അമ്മേനെയും സുമച്ചാ എന്റെ പുത്രൻ എന്തോ പറയാ. എന്താ കേക്ക് അടിപൊളിയെന്ന് പറ, കേക്ക് അടിപൊളിയെന്ന് പറ ശരിക്കും. ഓ പറയട്ടെ നല്ല കേക്ക്. പപ്പോ എന്നാ പപ്പോന് എന്നാ പപ്പോന് അങ്ങനെ യൂണിറ്റൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോയി. ഞാൻ കുറച്ച് ക്ലീനിങ്ങിലായിരുന്നു. ഇവിടെ കസേര വെച്ച് കൗമാരത് കിട്ടുക. പിന്നെ പേപ്പർ, കപ്പ്, പ്ലേറ്റ്, പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഒന്ന് അടിക്കണം, തുടയ്ക്കണം. അതിന് എനിക്കൊന്ന് കിടക്കണം. അപ്പോൾ എല്ലാവർക്കും പരിപാടി നല്ല ഇഷ്ടമായിരുന്നു. കേക്കൊക്കെ എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ബാക്കി ഉണ്ടായിരുന്നു നമ്മൾ അയൽവക്കങ്ങളിൽ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും ഇവിടെ വന്ന് ചായ കുടിച്ചു. സന്തോഷമായി. വരാൻ പറ്റാത്തവർക്ക് കൊടുത്തയച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയാൻ പോണേ. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. വന്നവർക്കും വളരെ സന്തോഷമായി. ഇന്ന് അടിപൊളി ദിവസമായിരുന്നു. അപ്പം മിസ് യു ചേട്ടാ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ആ ഫ്ലവർ എടുത്തിട്ട് ബൊക്കെ എടുത്തിട്ട് ഇവിടെ വെച്ചു കേട്ടാ. നല്ല രസമില്ലേ? അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എനിക്കിനി ഇവിടെ നിന്ന് ഇവിടെയൊക്കെ അടിച്ചു കാരണം അത് കഴിഞ്ഞിട്ടൊന്ന് ഞാൻ റെസ്റ്റ് എടുക്കും. Tata, bye bye, have a nice day, enjoy the day. Happy birthday.
கன்னிமாயே என் கைக்குள்ள மலர்ந்த